എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? പേടിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല സിനിമ. ഒരു പുതിയൊരു ഹൊറർ ജോണർ, വേറെ രീതിയിൽ ഫുൾ ലണ്ടനിൽ മേക്ക് ചെയ്ത പടമല്ലേ. കാണാനൊരു രസമുണ്ട്. മറ്റേ എപ്പോഴും നമ്മൾ കേരളത്തിലെ സ്ഥലങ്ങൾ കണ്ടിട്ട് അബ്രോഡുള്ള സാധനങ്ങളെല്ലാം വന്നപ്പോൾ പിന്നെ ശങ്കരേട്ടൻ്റെ ഡയറക്ഷനും കൊള്ളാം. സെക്കൻഡ് ഹാഫാണ് പടം കുറച്ചുകൂടി നമ്മളെ പിടിച്ചിരുത്തി ഉഷാറാക്കി തരുന്നത്. കൊള്ളാം, നല്ല പടം, കാണാം. വൺ ടൈം വാച്ചാണ്. നല്ല മൂവിയാണ്. വിദേശ പശ്ചാത്തലമാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നടൻ എന്നുള്ള നിലയിൽ നിന്ന് സംവിധാനം എന്നുള്ള നിലയിലേക്ക് ശങ്കരേട്ടൻ്റെ ഒരു നല്ല ഉദ്യമമായിട്ടാണ് കാണുന്നത്. നല്ല മൂവിയാണ്. നല്ല ഡയറക്ടറാണ്. ഇതിന് മുന്നേ പടം ചെയ്തിട്ടുള്ളതല്ല. വർക്കായിട്ട് ഹൊററൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. എന്തായാലും ഒരു ക്രൗഡ് പുള്ളിങ് വന്നു കഴിഞ്ഞാൽ നന്നായി വർക്കൗട്ട് ആവുന്ന സിനിമയാണ്. സൂപ്പർ പടം, നല്ല പടം. അസാധ്യം. ചേട്ടമ്പുറം നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ്, പുള്ളിയും നമ്മളെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ്. ഗ്രേറ്റ്, നന്നായിട്ടുണ്ട്. നല്ല പടം. ഏതാ? പിന്നെ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. അടിപൊളി, നല്ല മൂവി, നല്ല പടം. നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല ആക്ഷൻ, നല്ല മൂവിയാണ്. അത്യാവശ്യം വർക്ക് ചെയ്തു. നല്ല പടം, എനിക്കിഷ്ടപ്പെട്ടു. അതിൽ ഞാൻ പാടിയിട്ടുണ്ട്. പടത്തിൽ എൻ്റെ പാട്ടാണ് വന്നേക്കുന്നത്, സിത്താരയുടെ എൻ ടൈറ്റിൽ. അതിലെനിക്ക് സന്തോഷമുണ്ട്. അല്ല, സിത്താരയുടെ എൻ ടൈറ്റിൽ ആയതുകൊണ്ടല്ല, എൻ്റെ പാട്ട് ശങ്കരേട്ടൻ ഇട്ടതിൽ സന്തോഷമുണ്ട്. സിറ്റുവേഷൻ നല്ല ഫീലുള്ള സോങ്. എന്തായാലും ശങ്കരേട്ടനോടും ഇതിൻ്റെ പ്രൊഡ്യൂസറോടും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറോടും ലിറിക്സ് റൈറ്റർ ആൻഡ്രൂസ് റാഫേലിനോടും ഞാൻ നന്ദി പറയുന്നു. എന്തായാലും താങ്ക് യു. പാട്ട് അടിപൊളി, സൂപ്പറായിരുന്നു. ഇന്റർവെല്ല് കഴിഞ്ഞപ്പോഴാണ് ഇൻട്രസ്റ്റ് കൂടി. പേടിക്കാനൊന്നുമില്ല, അടിപൊളി. രാമേട്ടൻ്റെ അടിപൊളി, സൂപ്പർ. അടിപൊളി. സെക്കൻഡ് ഹാഫ് എല്ലാം പക്ക. വെരി ഗുഡ്. ഞാനും പ്രൊഡ്യൂസറാണ്. നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്ത് പിടിച്ചിരുന്ന പോലത്തെ ആയിരുന്നു. പിന്നെ എനിക്ക് ഡയറക്ടറിന് എൻ്റെ പാരൻസ് പറഞ്ഞിട്ട് ഞാൻ കാണാൻ വന്നത്. അവർ പറഞ്ഞു ഭയങ്കര പഴയ സൂപ്പർ സ്റ്റാറൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കാണാൻ വന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇല്ല, എനിക്കിനി അതുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഴയത് കാണണമെന്നൊരു ഇത് വന്നിട്ടുണ്ട്. ഞാൻ ബിഗ് സ്ക്രീനിൽ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അറിയില്ല, നമ്മൾ ജനം പറയട്ടെ. ഓഡിയൻസ് സൈലൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസമുണ്ട്. ഒരു ഡിഫറെൻറ്റ് മൂവി. നമ്മൾ മാക്സിമം ലണ്ടനിൽ പോയി ഒരുപാട് ബുദ്ധിമുട്ടി എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിലൊരു വിശ്വാസം. ഇല്ല, അവർ തിയേറ്ററിൽ വന്ന് കാണും. ഇത്തരം സിനിമകൾ തിയേറ്ററിൽ കണ്ടാലേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണുക, നമ്മളെല്ലാം നമുക്കൊരു പ്രോത്സാഹനമാണല്ലോ. ഒരു സിനിമ വിജയിക്കുക, അല്ലെങ്കിൽ അത് തിയേറ്ററിൽ വന്ന് കണ്ട് അതിനൊരു അഭിപ്രായം വരിക വലിയൊരു കാര്യമാണ്. ഗീതിക. Yeah. It was really good. Actually, I get the shiver, like mind-blowing editing, amazing story. Actually, I have seen the film very first time and I love it. And I'm very thankful for Shankar sir. He gave me the very beautiful story and the film is really good. You guys all have to watch it, actually. Yeah. And I'm actually being very emotional after the climax and everything. So I think you all guys have to watch it. Yeah. It's really good. Hi, hello. My experience was great. ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ്. സോ ശങ്കർ സാറിനോട് ഒരു വലിയ നന്ദി പറയുന്നുണ്ട്. ആൻഡ് എല്ലാവരും പ്ലീസ് തിയേറ്ററിൽ വന്ന് കാണൂ സിനിമ. ആൻഡ് ഇതുപോലെ it's a beautiful movie, so please do come and watch the movie in theaters. It was a great experience acting. ആസ് എ ഡയറക്ടർ ബ്രില്യൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഫീൽ ചെയ്ത് ആക്ട് ചെയ്തപ്പോൾ. ബിക്കോസ് നമ്മുടെ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് നെർവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാർ എന്നെ അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് തന്നിട്ടില്ല. ലൈക്ക് he made me feel very comfortable, so it made my journey easy as well. But thank you everyone, and I hope you guys enjoy the movie. Thank you. എനിക്ക് ഭയങ്കര സംതൃപ്തി തോന്നി. കുറേ കാലങ്ങളായി ഞങ്ങൾ കാത്തുനിന്നു. ഭയങ്കര ഹാപ്പിയാണ്.
ഇതിൽ റോളും ചെയ്തിട്ടുണ്ട്. ഒരു റോളും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ആളുകൾ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. കണ്ട പല ആളുകളും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇൻ്റർവെൽ വരെ പുറത്തിറങ്ങിയ പല ആളുകളും പറഞ്ഞിരുന്നു ഗംഭീരമായിട്ടുണ്ടെന്ന്. ഇനി ഇൻ്റർവെല്ലിന് ശേഷം ആളുകൾ എന്താണ് പറയണമെന്നുള്ളത് നിങ്ങൾ തന്നെ വേർത്തി ആളുകളിലേക്ക് എത്തിക്കുക. നല്ല പ്രതികരണമാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്. ശങ്കർ സാറിൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആസ് എ പ്രൊഡ്യൂസർ ഈ പ്രൊജക്റ്റ് ഉണ്ടാവുന്നതിന് നമ്മളെല്ലാം കൂടി ഒത്തൊരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് UK പോയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ, പുതിയ ലൊക്കേഷൻ, നല്ല അനുഭവമായിരുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങളല്ലേ പറയേണ്ടത് ഫിലിം എങ്ങനെയുള്ളത്? നമ്മളല്ലല്ലോ, വർക്ക് ചെയ്ത് വിട്ടല്ലോ പറയാ. നല്ലതല്ലേ പറയാൻ പറ്റും. ബട്ട് ഇറ്റ് വാസ് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു പടത്തിൻ്റെ ഭാഗമാവാൻ. വിത്ത് പ്രൊഡ്യൂസർ രാംജി ആൻഡ് ശങ്കർ സർ, ഡയറക്ടർ എന്നാളുടെ. നിങ്ങളെല്ലാവരും കണ്ടോ സിനിമ? ഇഷ്ടമായോ? എന്നെ മനസ്സിലായോ അമ്മ? സോ പ്ലീസ് സ്പ്രെഡ് ദ ന്യൂസ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഐ തിങ്ക് ദിസ് ഇസ് എ തിയേറ്റർ വാച്ച് മോർ ദാൻ എൻ OTT. താങ്ക് യു. ആഫ്റ്റർ വെരി ലോങ് ടൈം ഒരു ത്രില്ലർ മൂവി. ഇറ്റ് വാസ് നൈസ്. ഞാനൊരു ആക്ടറാണ്, പക്ഷേ ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചെറിയൊരു കഥാപാത്രം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇറ്റ്സ് നൈസ്ലി ഡൺ. എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ രാംജിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം ശങ്കർ സാറിൻ്റെ ഡയറക്ഷൻ വെരി ക്ലാസിക്കലി ഡൺ ആൻഡ് ഫോട്ടോഗ്രാഫി, ഈവൻ ദ ഡയറക്ഷൻ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. വി എൻജോയ്, റിയലി എൻജോയ്. താങ്ക് യു. പടം ഗംഭീരമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ പടത്തിൻ്റെ തുടക്കം മുതൽ എനിക്കറിയാവുന്നതാണ് ഇതിൻ്റെ കഥയാണെങ്കിലും മറ്റുള്ളത്. ഞങ്ങളുടെ സുഹൃത്തുക്കളും അതിൻ്റെ പ്രൊഡ്യൂസർ ശങ്കരേട്ടനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ വെരി ഹാപ്പി. അതൊരു സക്സസ് ആണെന്നുള്ളത് എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് പ്രിവ്യൂ കണ്ടായാലും ഒരു 100 ഇരട്ടി തിയേറ്ററിൽ. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഒരു തിയേറ്റർ വാച്ചാണത്. തിയേറ്ററിലാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. ഗംഭീരം, രസം, ഭയങ്കര നല്ലൊരു ഫീൽ ഗുഡ് മൂവി. എന്താ പറയുക, ആ മൂവിയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കൂടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഹൊറർ ത്രില്ലർ ആണെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ ഫാമിലി പ്രേക്ഷകർക്ക് വരെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പടം. നല്ല ക്യാമറ, നല്ല എഡിറ്റിംഗ്, ഡയറക്ഷൻ ഒരു രക്ഷയില്ല, ഫ്രെയിമൊക്കെ അടിപൊളി. ഭയങ്കര അടിപൊളിയായിരുന്നു. നന്നായിട്ട്, നല്ല രസമായിട്ട് ഓരോ ഫ്രെയിം വെച്ചേക്കുന്നാണെങ്കിലും ഡയറക്ഷൻ സൈഡായിട്ടാണെങ്കിലും ഓരോ ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും അവരവരുടെ കഴിവിൻ്റെ മാക്സിമം അവർ അതിനകത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എൻ്റെ ടീം അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. നല്ല സൂപ്പർ മൂവിയാണ്. നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു UK ഫുൾ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ശങ്കരേട്ടൻ്റെ നല്ലൊരു സംവിധാനം, നല്ലൊരു കൂട്ടായ്മ, എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. നമുക്ക് ഫാമിലിക്കും എല്ലാ ഇതിനും പറ്റിയ ഒരു മൂവിയാണ്. നല്ല വിഷ്വൽ ട്രീറ്റാണ്. കാണണം, തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. നന്നായിട്ടുണ്ട്. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൊറർ ഫിലിം ശങ്കരേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ, മ്യൂസിക്കൊക്കെ എടുത്തു പറയേണ്ടതാണ്. വിഷ്വലും അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്.